അതിന് മറ്റൊരു കാര്യം കൂടി, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാരുടെയും ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. വലിയ വർധനവുണ്ടാകുന്നു. 500-ൽ നിന്നും 810 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അതിനോട് പ്രതികരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ പ്രീമിയം വർദ്ധിപ്പിക്കുമ്പോഴും സർക്കാർ പറയുന്ന ചില വാദങ്ങൾ, അതായത് നിലവിലുള്ള പദ്ധതിയുടെ അപാകതകൾ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു രണ്ടാം ഘട്ടത്തിൽ തുടക്കം കുറിക്കുന്നത് എന്നുള്ള വാദം ധനവകുപ്പ് പറയുകയാണ്. എന്തായാലും ഏത് രീതിയിലായിരിക്കും ഈ സർവീസ് സംഘടനകൾ അടക്കം ഇതിനെ സമീപിക്കുക അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത എങ്ങനെയാണ്? ഈ സർക്കാർ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പെൻഷൻകാരുടെയും ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ പ്രീമിയം തുക 500-ൽ നിന്ന് ഏകദേശം 810 രൂപയാണ് നിലവിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 310 രൂപയാണ് ഒരു മാസം വർദ്ധിക്കുക. ഒരു വർഷം 8237 രൂപയും GST ആയിരിക്കും പ്രീമിയം തുകയായിട്ട് നൽകേണ്ടി വരിക. അടുത്ത മാസം 1 മുതലാണ് ഈ പുതിയ നിരക്ക് ഏതായാലും പ്രാബല്യത്തിൽ വന്നു തുടങ്ങുക. ജീവനക്കാരിൽ നിന്ന് സർക്കാർ ജീവനക്കാരിൽ നിന്ന് ഈ മാസം ശമ്പളം മുതൽ പുതുക്കിയ പ്രീമിയം തുക ഈടാക്കി തുടങ്ങാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. പെൻഷൻകാരുടെ ജനുവരി മാസത്തെ പെൻഷനിൽ നിന്നായിരിക്കും ഈ തുക ഈടാക്കി നൽകുക. പ്രീമിയം വർധനയ്ക്കെതിരെ ഇപ്പോൾ നിയമ പോരാട്ടത്തിന് ഏതായാലും സർവീസ് സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ നിലവിലുള്ള ഈ മെഡിസെപ്പ് പദ്ധതിയുടെ അപാകതകളൊക്കെ പരിഹരിച്ചാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് അനുയോജ്യമായ രീതിയിലാണ് നിലവിൽ ഈ പ്രീമിയം വർധന എന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണമെങ്കിലും ഇതിനെതിരെ ഇപ്പോൾ സർവീസ് സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല സർവീസ് സംഘടനകളും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കമൊക്കെ നിലവിൽ ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും സർവീസ് സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സാധാരണഗതിയിൽ സംസ്ഥാനത്ത് മറ്റെല്ലാ കാര്യങ്ങൾക്കും വില കൂടുന്നു എന്നുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ മെഡിസെപ്പ് പ്രീമിയം കൂടി വർദ്ധിക്കുന്നതോടെ അല്ലെങ്കിൽ ആ പ്രീമിയം തുക കൂടി വർദ്ധിക്കുന്നതോടുകൂടി സംസ്ഥാനത്ത് ഇനി വില കൂടാൻ ഒന്നുമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ഈ പുതുക്കിയ തുക ഈ മാസം മുതൽ ഈടാക്കുമെന്ന് പറയുമ്പോഴും ഇത് ജനുവരി മുതൽക്കായിരിക്കും പ്രാബല്യത്തിൽ വരിക എന്ന് ധനവകുപ്പ് പറയുന്നുണ്ട്. പുതിയ നിരക്ക് അല്ലെങ്കിൽ കൊണ്ടുവരുന്നതിന് ധനവകുപ്പ് പറയുന്നൊരു പ്രധാനപ്പെട്ട ന്യായീകരണം എന്ന് പറയുന്നത് ഈ മെഡിസെപ്പ് പദ്ധതിയുടെ നിലവിലുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് രണ്ടാം ഘട്ടത്തിൽ ഒരു പുതിയ പുത്തൻ തുടക്കമൊക്കെയാണ് ധനവകുപ്പ് പറയുന്നത്. പക്ഷേ അത് എത്രത്തോളമായിരിക്കും ഈ സർവീസ് സംഘടനകളും ജീവനക്കാരും ഒക്കെ സ്വീകരിക്കുക എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്.